അഖിൽമാരാരുടെ ഫാൻസുകാർ ഈ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ചീത്ത വിളിക്കുമായിരിക്കും. പക്ഷേ റിനോഷ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്കും ജെനുവിനാണ് റിനോഷ് പറഞ്ഞതെന്ന് തോന്നി. അഖിൽമാരുടെ ഭാഗത്ത് കുറച്ച് തെറ്റുണ്ടായിട്ടും തോന്നി. കാരണം അഖിൽമാരാറിനെ പോലെ ഒരു വ്യക്തി, ഒരുപാട് ജനപിന്തുണയുള്ള ആള്, പിന്നെ ഞാനൊക്കെ വോട്ട് ചെയ്ത ഒരാളും കൂടി ആകുമ്പോൾ ഞാനൊക്കെ ശ്രദ്ധിക്കുന്നത് ആൾ പറയുന്നത് എപ്പോഴും ജെനുവിനായിരിക്കും, സത്യമായിരിക്കും എന്ന് വിചാരിച്ച് മാത്രമാണ് ആളെ കേൾക്കുള്ളൂ. പക്ഷെ ഇപ്പൊ റിനോഷ് പറഞ്ഞ കുറച്ച് കാര്യം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉള്ള പോലെ. സിബിന്റെ കാര്യം റിനോഷ് പറഞ്ഞിരുന്നു. സിബിൻ നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ ഒരു 3-4 വട്ടമല്ല അതിൽ കൂടുതൽ പ്രാവശ്യം എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ട്രോമ വരുന്നു, പണ്ടുണ്ടായ ട്രോമയൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരുന്നു, അതിൽ നിന്നൊക്കെ ഞാൻ റിക്കവർ ആവാൻ വേണ്ടിയിട്ട് കുറേ നാളെടുത്തതാണ്, എനിക്ക് അതിലേക്ക് ഇനി പോകണ്ട, എനിക്ക് പോകണം എന്നൊക്കെ കുറേ വട്ടം ആൾ ആവർത്തിച്ച് പറഞ്ഞു എന്ന് എഴുതിയിട്ട് പറഞ്ഞു വിടണമെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടായിരിക്കും. അത് കൂടാതെ മൈക്ക് മാറ്റി വെക്കണു, ഗെയിംസിൽ പങ്കെടുക്കുന്നില്ല, മൈക്ക് ഊരി വെച്ചിരിക്കുന്നു, അതൊക്കെ അതിന് റൂളിൽ തെറ്റായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ബിഗ് ബോസ് അതിനനുസരിച്ച് ഒരു ആക്ഷൻ എടുത്തു. കാരണം സിബിൻ ഒരു എന്റർടൈനർ ആണെന്നൊക്കെ ഉള്ളത് കറക്റ്റാണ്. ആ ഒരു വീക്കൊക്കെ ഞാനൊരു സിബിൻ്റെ ഒക്കെ ആരാധികയായിരുന്നു. ആ ഒരു വീക്ക്, ആ ഒരു പവർ ടീമൊക്കെ കണ്ടിട്ടെ. പക്ഷെ ആള് ചെയ്തത് തെറ്റായ കാര്യമാണ്. പോണം എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. 1 തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല. ബിഗ് ബോസ് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ടും അല്ലെങ്കിൽ പല തവണയും സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് തിരിച്ചു വന്ന സമയത്തും ആള് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇല്ല എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കാര്യം, ഒരാളെ ഇങ്ങനെയൊക്കെ പിടിച്ച് ആണെന്നാണ് പറയുന്നത്. ആണെങ്കിൽ നിർബന്ധിച്ചിട്ട് എങ്ങനെയാണ് നിർബന്ധിച്ചത് നമുക്കറിയത്തില്ല. ആണെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെതിരെ ഒരു പരാതി കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ അതിന് കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ആൾക്ക് ഒരു അസുഖമില്ലാത്തൊരു വ്യക്തിക്ക് മരുന്ന് കൊടുത്തു എന്നുള്ളത് പറയുമ്പം അവിടെ ശ്രീരേഖ സൈക്കോളജിസ്റ്റ് ആണ്. ശ്രീരേഖനെ വിളിച്ചിരുത്തിയിട്ട് ശ്രീരേഖയോട് മാത്രം കുറച്ച് കാര്യങ്ങൾ സിബിൻ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ചെവിയിലെന്തോ ആരോ സംസാരിക്കണ പോലെ തോന്നുന്നു, ഇവിടുന്ന് ഇറങ്ങുന്ന പറയണ പോലെ തോന്നുന്നു, ഈ ആളുകൾ കൂടിയിരിക്കുമ്പോൾ എന്നെക്കുറിച്ച് കുറ്റം പറയുന്നതായിട്ട് തോന്നുന്നു, ഇങ്ങനത്തെ കുറച്ച് സിംറ്റംസ് ആൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഡയഗ്നോസിസോ അതിനനുസരിച്ചിട്ടുള്ള ഒരു മെഡിസിൻസോ ഒക്കെ ആയിരിക്കാം കൊടുത്തിരിക്കണം. എന്ത് മെഡിസിനാണ് കൊടുത്തതെന്ന് എനിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയണ കാര്യമില്ല. പക്ഷേ അങ്ങനെ നിർബന്ധിച്ചിട്ട് നീ ഇത് കഴിച്ചേ പറ്റുള്ളൂ എന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ വീട്ടുകാരെ പോലും സമ്മതമില്ലാതെയൊക്കെയാണ് കാണിച്ചിട്ടുള്ളെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കണം. പക്ഷെ സിബിനെ പുറത്താക്കി, സിബിന്റെ ആഗ്രഹപ്രകാരം അല്ലാതെ എന്ന് പറഞ്ഞത് തെറ്റാണ്. സിബിൻ പോണെന്ന് പറയാതെയാണ് സിബിനെ ഇപ്പം ഒരു ആക്ഷൻ കാണിച്ചു എന്ന് എഴുതി പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് അന്നേരം പ്രശ്നമായേനെ. പക്ഷെ ഇത് സിബിൻ ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് പുറത്തു പോയത്. പിന്നെ ഇവരുടെ പ്രതിഫലത്തിന്റെ കാര്യം, റെമ്യൂണറേഷന്റെ കാര്യത്തിൽ അഖിൽമാരാർ ആ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാനൊരു 2 സിനിമ ചെയ്ത സംവിധായകനാണ്, പക്ഷെ എനിക്ക് കിട്ടിയേക്കുന്ന പ്രതിഫലത്തിനേക്കാൾ ഇരട്ടി കുറച്ച് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് കറക്റ്റായിട്ട് റിനോഷ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതും എനിക്ക് കറക്റ്റായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം അഖിൽമാരാറിനെ കൂടുതൽ പേര് അറിയണത് ആള് ഒരു ബിഗ് ബോസിൽ വന്നേ പിന്നെയാണ്. ബിഗ് ബോസിൽ നിന്നാണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അയാൾക്ക് നല്ലൊരു ഫെയിം കിട്ടിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സിനിമാ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അറിയാമായിരിക്കാം. എനിക്കറിയില്ലായിരുന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇയാൾ താത്വിക അവലോകനം ഒരു സിനിമ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. കറക്റ്റാണ് റിനോഷ് പറഞ്ഞ ഒരു പോയിന്റ്. അതുകൂടാതെ റിനോഷ് ഒരു കാര്യം കൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. റിനോഷിന് ഒരു ദിവസം 10,000 രൂപ വെച്ചിട്ടാണ് കിട്ടിയത്. അത് അവരിങ്ങോട്ട് പറഞ്ഞ ഒരു റെമ്യൂണറേഷനാണ്. അത് ഓക്കെ പറഞ്ഞിട്ടാണ് ആളകത്തേക്ക് പ്രവേശിക്കുന്നത്. അഖിൽമാരാറിന് കിട്ടിയ പ്രതിഫലം വേണ്ടായിരുന്നെങ്കിൽ അന്നേരം അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇരിക്കണമായിരുന്നു. അല്ലെങ്കിൽ അത് മേടിച്ചിട്ട് അകത്ത് കയറി പിന്നെ അവർക്ക് കൂടുതൽ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യുമ്പോൾ അത് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത കാര്യമാണെന്ന് റിനോഷ് പറയുന്നുണ്ട്. അതും എനിക്ക് കറക്റ്റായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ പറയുന്ന കാര്യങ്ങളിൽ ഒന്നാണ്, സാബുമോന് ജയിക്കുമെന്ന് ഇവർ വിചാരിച്ചില്ല. ഏഷ്യാനെറ്റ് പേളിമാണി വിചാരിക്കും എന്നാണ് വിചാരിച്ചത്. എന്നിട്ട് അട്ടിമറി അവസാനത്തെ നിമിഷത്തിൽ നടന്നതുകൊണ്ട് മാത്രമാണ് സാബുമോന് ട്രോഫി കൊടുത്തതെന്ന് പറഞ്ഞത്. അതിനും റിനോഷ് ചോദിക്കുന്നുണ്ട്, സാബുമോന് കൊടുക്കാതെ പേളിമാണിക്കാണ് കൊടുത്തെങ്കിൽ ഉറപ്പായിട്ടും ഏഷ്യാനെറ്റ് നീതികേട് കാണിച്ചു, ഏഷ്യാനെറ്റ് പാർഷ്യാലിറ്റി കാണിക്കണ്ടെന്നൊക്കെ പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ ചെയ്തത്. അർഹിച്ച ആൾക്ക് തന്നെ കിട്ടിയല്ലോ. എല്ലാ സീസണിലും ജനപിന്തുണ ഉള്ള ആൾക്ക് തന്നെയാണ് ട്രോഫി കൊടുത്തേക്കണെന്നും റിനോഷ് പറയുന്നുണ്ട്. അത് ചിന്തിക്കുന്നത് ശരിയാണ് കേട്ടോ. ഇവരിപ്പം നമ്മൾക്ക് തന്നെ അറിയാം. അപ്പം ഒരു മണിക്കുട്ടന്റെ സീസണിൽ മണിക്കുട്ടൻ തന്നെയായിരുന്നു ആരാധകർ കൂടുതലായിട്ടുണ്ടായിരുന്നത്. റോബിന്റെ സീസണിൽ റോബിന് തന്നെയായിരുന്നു. പക്ഷെ റോബിൻ പുറത്തായതുകൊണ്ട് ആ ഒരു വോട്ട് കിട്ടിയ ദിൽഷ വിജയിച്ചു. അതുപോലെ രജിത് സാറിന്റെ കാര്യം, കണ്ണിൽ മുളകൂടി തേച്ചത് കൊണ്ടാണ് ആള് പുറത്തായത്. ചിലപ്പോൾ ആൾ അവിടെ നിന്നിരുന്നെങ്കിൽ ആള് തന്നെ, കാരണം ആൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഉണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തരെ എടുത്തു നോക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. അപ്പം ശരിയാണ് അഖിൽമാരാർ പറഞ്ഞത് ശരി. ഒരെണ്ണം തെറ്റായ കാര്യമാണ് റിനോഷ് പറഞ്ഞത് ശരിയാണ്. കാരണം ജനപിന്തുണ ഉള്ള ആളുകളെ എപ്പോഴും ജയിച്ചിട്ടുള്ളൂ. ഏഷ്യാനെറ്റ് അങ്ങനെ ഒരു നീതികേട് കാണിക്കുന്ന ആളാണെങ്കിൽ അഖിൽമാരാർ അവിടെ നിൽക്കില്ലായിരുന്നു എന്ന് റിനോഷ് പറയുന്നുണ്ട്. ശരിയാണ്, അഖിൽമാരാർ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വന്നത്. അല്ലെങ്കിലും അഖിൽമാരാറിനെ നമ്മുടെ ആളുടെ പേര് ഞാൻ മറന്നു, ജുനൈസിനെ അടിച്ചു എന്ന് പറഞ്ഞ് ജുനൈസ് പരാതിയായിട്ട് ചെല്ലുന്നുണ്ട്. അത് കോംപ്രമൈസ് ചെയ്ത് വിടില്ലായിരുന്നു. അഖിൽമാരാറിനെ ഇഷ്ടമല്ല എങ്കിൽ അവിടുന്ന് ഔട്ടാക്കി വിടുമല്ലായിരുന്നു ഏഷ്യാനെറ്റ് ചെയ്യുള്ളൂ എന്നും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ചോദിക്കുമ്പോൾ ശരിയാണ് കേട്ടോ. അഖിൽമാരാറിന്റെ ഭാഗത്തല്ല റിനോഷ് പറയണതാണ് ശരി, ഏഷ്യാനെറ്റിന്റെ ഭാഗത്താണ് ശരിയെന്ന് നമുക്ക് തോന്നും.
ഏഷ്യാനെറ്റ് പറഞ്ഞ് ജയിപ്പിക്കുന്നതാണ് റിനോഷ് ഈ വീഡിയോ ഇട്ടാൽ എന്നൊക്കെ പറഞ്ഞാലും റിനോഷിന് ഒരു കുഴപ്പമില്ല എന്നൊക്കെ റിനോഷ് പറയുന്നുണ്ട്. കാരണം റിനോഷിന് ഒരു അസുഖം ഉണ്ടായിട്ട് ആൾ മാറി നിന്നപ്പോൾ റിനോഷിനെ പുറത്താക്കുകയാണ് ചെയ്തത്. റിനോഷ് കാല് പിടിച്ചിട്ടും ചെയ്തില്ല. ഏഷ്യാനെറ്റിന് റിനോഷിന് ഇഷ്ടമാണെങ്കിൽ റിനോഷിനെ നിലനിർത്താനല്ലേ ശ്രമിക്കുള്ളൂ എന്ന് റിനോഷ് ചോദിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഒരു നമ്മുടെ സിജോ ഈ സീസണിലെ മത്സരാർത്ഥി ആളൊരു 3 ആഴ്ച മാറി നിന്നിട്ടും ബിഗ് ബോസ് കയറ്റി. എന്ന് ഇവനെ കയറ്റിയില്ലോ എന്നെ കയറ്റാത്ത എന്തെന്ന് എനിക്ക് ചോദിക്കാമല്ലോ, ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് റിനോഷ്. അതുപോലെ തന്നെ അഖിൽ മാരാറിന് പൊളിറ്റിക്സിൽ ഇറങ്ങാൻ നല്ല താല്പര്യമുള്ളത് കൊണ്ടും എന്നെ ജയിപ്പിച്ച അല്ലെങ്കിൽ ഞാൻ നന്ദി കാണിക്കേണ്ട ഒരാൾ, അതായത് ഏഷ്യാനെറ്റ്, ഞാൻ നന്ദി കാണിക്കേണ്ട ഇതിനോട് പോലും ഞാൻ പോരാടിയല്ലോ, ഒരു പ്രശ്നം വന്നപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പോരാടിയല്ലോ എന്ന് ചോദിച്ചിട്ട് വോട്ടൊക്കെ പിടിച്ച് സ്റ്റേറ്റ് കാറിൽ മാറാനുള്ള അഖിൽ മാരാറിൻ്റെ ഒരു ബുദ്ധിയാണ് എന്നാണ് റിനോഷ് പറയുന്നത്. അതൊക്കെ പക്ഷേ ഭയങ്കര മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് റിനോഷ് ആദ്യം പേരെടുത്ത് അങ്ങനെ കറക്റ്റായിട്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെയുള്ള സ്ത്രീകളെ എല്ലാവരെയും ബാധിക്കും. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം സംസാരിക്കാൻ എന്നും റിനോഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരിയാണ്, അതെനിക്കും തോന്നി. കാരണം ഇങ്ങനെ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ കറക്റ്റായിട്ട് തെളിവ് നമ്മൾ കാണിക്കണല്ലോ. ഒരു കാര്യം പറയുമ്പോൾ തെളിവില്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ന്യായമായിട്ട് ആരും എടുക്കില്ല. ഇപ്പം കുറേ പേരല്ല, ഒരാൾ അഖിൽ മാരാറിനെ നമുക്കറിയില്ലാത്തൊരു വ്യക്തിയാണ്, ഒട്ടും ഫേമസ് അല്ലാത്തൊരു വ്യക്തി ബിഗ് ബോസിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ടു, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നൊക്കെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് അഖിൽ മാരാറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആൾ തന്നെ അത് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ കറക്റ്റ് തെളിവുകളായിട്ട് പറയണമെന്ന് റിനോഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റേ മിഥുൻ്റെ കാര്യത്തിൽ മിഥുനെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ അഖിൽ മാരാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മിഥുൻ ആ കഥ നുണയാണെന്ന് ലാൽ സാറ് പറഞ്ഞപ്പോൾ തന്നെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു. അതിന് മുമ്പ് തന്നെ അത് കഥ സിനിമയാക്കണമെന്ന് പറഞ്ഞ ആളാണ് അഖിൽ മാരാർ, എന്നിട്ട് മാറ്റി പറഞ്ഞ ആളാണ്. ആൾക്ക് പൊളിറ്റിക്സിൽ ഇറങ്ങണം, അത് തന്നെയാണ് അയാളുടെ ആവശ്യം, അതവിടെ നടക്കട്ടെ എന്നും അത് നടന്ന് നല്ലൊരു സ്റ്റേറ്റ് കാറിൽ പറക്കാനായിട്ട് പറ്റട്ടെ എന്ന് റിനോഷ് അഖിൽ മാരാറിന് ആശംസ കൊടുക്കുന്നുണ്ട്. സീക്രട്ട് ഏജന്റിനും നൈസായിട്ടൊന്ന് ട്രോൾ ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. സീക്രട്ട് ഏജന്റ് ഒരാൾ പേരൊന്നും പറഞ്ഞിട്ടില്ല, കാറിലിരുന്ന് എല്ലാവരുടെ ജീവിതം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ഇപ്പം അതിൻ്റെ അകത്ത് പോയിട്ട് എന്താണ് ആൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഗിയറിൽ പോലും ഇട്ട് വണ്ടി ചലിപ്പിക്കാതെ ഉള്ളി ഇരുന്ന് പറയാനായിട്ട് ഭയങ്കര രസമാണെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് സീക്രട്ട് ഏജന്റിനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിനോഷ് പോകാൻ നേരം റിനോഷിനോട് അഖിൽ മാരാർ പറഞ്ഞത് നല്ലൊരു ഫൈറ്ററാണ്, എനിക്ക് നല്ല എതിരാളിയായിരുന്നു നീ എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് റിനോഷോ അയാളൊന്നും ഒരു എതിരാളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ്. അപ്പം രണ്ട് വള്ളത്തിൽ കാല് വെക്കുന്നു അല്ലെങ്കിൽ ഒരു നിലപാടില്ല എന്നൊക്കെ രീതിയിൽ പറയാതെ പറഞ്ഞ് റിനോഷ് വെക്കുന്നുണ്ട്. പക്ഷെ റിനോഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ പല കാര്യങ്ങളിലും, കാരണം കറക്റ്റ് തെളിവുകൾ നിരത്തിയാണ് അഖിൽ മാരാർ സംസാരിക്കുന്നത് എങ്കിൽ അത് നമുക്ക് യോജിക്കായിരുന്നു. പിന്നെ ഒരു കാര്യം റിനോഷ് പറയുന്നുണ്ട്, ഇയാൾ ഇന്റർവ്യൂവിൽ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇന്റർവ്യൂ വഴിയിട്ട് ആൾക്ക് പൈസ കിട്ടും, പക്ഷെ മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ടാണ് കൂടെ കളിക്കുന്നത് എന്ന് കൂടി ഒന്ന് ആലോചിക്കുക എന്നും കൂടി പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. പിന്നെ സ്റ്റേറ്റ് കാറിൽ പറക്കാനായിട്ടൊരു ഓൾ ദ ബെസ്റ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പറ നിങ്ങളുടെ അഭിപ്രായം. ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായം രണ്ടും കേട്ടിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് തോന്നുന്നത്? അഖിൽ മാരാറിൻ്റെ ഭാഗത്താണോ ശരി, റിനോഷ് പറഞ്ഞതാണോ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? അപ്പം എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ആര് കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും കാണില്ല എന്നൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് എല്ലാവരും ഇരുന്ന് കാണുകയും ചെയ്യും, എല്ലാവരും അഭിപ്രായം പറയുകയും ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ.